It has been led by a man called N. Chandrasekharan. Today, he has decided to step down. ഓഗസ്റ്റ് 12 രാവിലെ 9:15 ഇന്ത്യൻ ഓഹരി വിപണി ഉണർന്നത് വെറുമൊരു സുപ്രഭാതത്തിലേക്കൊന്നും ആയിരുന്നില്ല. വെറും മിനിറ്റുകൾക്കുള്ളിൽ 47,000 കോടി രൂപ ചാമ്പലാക്കിയ ഒരു സാമ്പത്തിക ഭൂകമ്പത്തിലേക്കായിരുന്നു എഴുന്നേൽത്തത്. രത്തൻ ടാറ്റ നേരിട്ട് കണ്ടെത്തിയ ഒരു വജ്രം, ടാറ്റയുടെ ലാഭം 5 ഇരട്ടിയാക്കിയ കർമ്മയോഗി എൻ ചന്ദ്രശേഖരൻ എന്ന ടാറ്റ സൺസ് അധ്യക്ഷൻ തൻ്റെ പദവി ഒഴിഞ്ഞു എന്നൊരു വാർത്ത ഇന്ത്യയിലാകെ പടർന്നപ്പോൾ ഇന്ത്യ ഒന്നടങ്കമൊന്ന് അമ്പരന്നു. ഇത് വെറുമൊരു രാജിക്കത്തിൻ്റെ മാത്രം കഥയല്ല. ചാരിറ്റിയും കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയ 100 വർഷത്തെ രഹസ്യങ്ങൾ നിറഞ്ഞ ബോർഡ് റൂം ഡ്രാമയുടെ ഒരു അത്ഭുതപ്പെടുത്തുന്ന കഥ കൂടിയാണ്. ഒരു സാധാരണ TCS എഞ്ചിനീയറിൽ നിന്ന് ടാറ്റ സാമ്രാജ്യത്തിൻ്റെ തന്നെ പരമോന്നത സിംഹാസനത്തിലേക്ക് ഉയർന്ന ഒരു വ്യക്തി. ഈ ഒരൊറ്റ രാജിക്ക് പിന്നിൽ വെറുമൊരു സ്ഥാനമൊഴിയൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അതോ നൂറ്റാണ്ടുകളുടെ തന്നെ പാരമ്പര്യമുള്ള ടാറ്റ തറവാട്ടിലെ നമ്മൾ ആരും കാണാത്ത ആഴത്തിലുള്ള വിള്ളലുകൾ ഈ കഥയ്ക്ക് പിന്നിലുണ്ടോ? അപ്പോൾ ആഴത്തിലുള്ള പരിശോധനയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു മൈ സയൻസ് ഗാരേജ്. ആയിരത്തി 1987 ഒരു സാധാരണ സുപ്രഭാതം. മുംബൈയിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് തൻ്റെ വലിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്, നടരാജൻ ചന്ദ്രശേഖരൻ. അന്ന് അയാൾക്ക് ഒരുപക്ഷെ അറിയുണ്ടായിരുന്നില്ലായിരിക്കാം താൻ വരുന്നത് ഒരു കമ്പനിയിലെ വെറുമൊരു ജോലിക്ക് മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടം തന്നെ മാറ്റിമറിക്കാനായിട്ടാണ് എത്തുന്നത് എന്ന്. 3 പതിറ്റാണ്ടുകൾ ഈ ടാറ്റ ഗ്രൂപ്പിൻ്റെ അന്നത്തെ അമരക്കാരൻ രത്തൻ ടാറ്റ ഈ പ്രതിഭയെ അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിയുകയാണ്. നിശബ്ദനായിട്ടുള്ള ഒരു വർക്കർ എന്നതിലുപരി ഭാവിയിൽ ഇന്ത്യയുടെ കോർപ്പറേറ്റ് രംഗത്ത് കിരീടം വെക്കാത്തൊരു രാജാവായി മാറാൻ ഒരുങ്ങുകയായിരുന്നു ചന്ദ്രശേഖരൻ ആ നാളുകളിൽ. കണക്കുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ബിസിനസ് ചരിത്രത്തിൽ തന്നെ ഇതിലും വലിയൊരു സുവർണ കാലഘട്ടം വേറെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. 9 വർഷം കൊണ്ട് ടാറ്റ ഗ്രൂപ്പിൻ്റെ വിപണി മൂല്യം 8.22 ലക്ഷം കോടി രൂപയിൽ നിന്ന് 23.35 ലക്ഷം കോടി രൂപ, 3 ഇരട്ടിയുടെ വർധന. ഗ്രൂപ്പിൻ്റെ ആകെ ലാഭം 5 മടങ്ങ് വർദ്ധിച്ച് 34,900 കോടിയിൽ നിന്ന് 1.7 ലക്ഷം കോടി രൂപയായി കുതിച്ചുയർന്നു. ഇൻഫോസിസ്, LIC, HUL എന്നീ വമ്പൻ കമ്പനികളെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ പോലും വരാത്ത അത്ര വലിയ മൂല്യമാണ് അദ്ദേഹം ഒറ്റയ്ക്ക് ടാറ്റയ്ക്ക് നേടിക്കൊടുത്തത് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഈ കണക്കുകൾക്കൊക്കെ അപ്പുറമായിരുന്നു ചന്ദ്രശേഖരൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. നഷ്ടങ്ങളുടെ കയങ്ങളിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരുന്ന എയർ ഇന്ത്യയെ വീണ്ടും രാജ്യത്തിൻ്റെ തന്നെ നെറുകയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഇന്ത്യയെ സാങ്കേതികമായി സ്വയം പര്യാപ്തമാക്കാനായിട്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ സെമി കണ്ടക്ടർ ഫാക്ടറിക്ക് അദ്ദേഹം തറക്കല്ലിടുന്നു. യൂറോപ്പിൽ അദ്ദേഹം ഒരു ബാറ്ററി ഗിഗാ ഫാക്ടറി തന്നെ പടുത്തുയർത്തുകയാണ്. ഒരു ശമ്പളക്കാരനായിട്ടുള്ള പ്രൊഫഷണൽ ജീവനക്കാരൻ കോർപ്പറേറ്റ് ലോകത്ത് ഇതിലും വലിയൊരു വിപ്ലവം തീർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി പറയേണ്ടി വരിക. കടലാസിലെ കണക്കുകളിലും ചരിത്രത്തിലും ഈ ഒരു സാമ്രാജ്യം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് അവിടെ വലിയൊരു അഗ്നിപർവ്വതം കൂടി പുകയുന്നുണ്ടായിരുന്നു എന്ന് അന്ന് ആരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. 2022 ജനുവരിയിൽ രാജ്യത്തിൻ്റെ വികാരമായിട്ടുള്ള എയർ ഇന്ത്യയെ ടാറ്റ തിരികെ ഏറ്റെടുക്കുമ്പോൾ അത് ചന്ദ്രശേഖരൻ്റെ കിരീടത്തിലെ ഏറ്റവും തിളക്കമുള്ള ഒരു രത്നമായി മാറും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ 4 വർഷങ്ങൾക്കിപ്പുറം 47,821 കോടി രൂപയുടെ നഷ്ടകഥയായി അത് മാറുകയാണ്. 2027 ലാഭത്തിലാകുമെന്ന് വാഗ്ദാനം ചെയ്ത ഒരു കമ്പനി ഇനി ലാഭത്തിലാക്കാൻ ഇനിയും 5 മുതൽ 10 വർഷം വരെ എടുത്തേക്കാം എന്ന് ചന്ദ്രശേഖരൻ വെളിപ്പെടുത്തുന്ന ഒരവസ്ഥയിലെത്തുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക. ക്യാൻസർ ഗവേഷണത്തിനും സൗജന്യ ചികിത്സയ്ക്കും മാറ്റിവെക്കേണ്ട ഒരു ചാരിറ്റി ഫണ്ടിൽ നിന്ന് ഒരു എയർലൈൻ ദിവസവും കോടികൾ കത്തിച്ച് കളയുന്ന ഒരവസ്ഥയിൽ ട്രസ്റ്റികൾക്ക് എങ്ങനെയാണ് ഇതിനകത്ത് വിശ്വാസം ഉണ്ടായി വരിക? ചന്ദ്രശേഖരൻ 8 വർഷം CEO ആയിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായിട്ടുള്ള TCS ആയിരുന്നു ഈ എയർ ഇന്ത്യയുടെ നഷ്ടങ്ങളും അതേപോലെ മറ്റ് പുതിയ സംരംഭങ്ങളുമൊക്കെ നികത്തിയിരുന്ന ഒരു പ്രധാന ഇന്ധനമായിരുന്നത്. എന്നാൽ 2026 AI തരംഗം IT മേഖലയെ ഒന്നാകെ പിടിച്ചുകുലുക്കി. 2004 ഓഹരി വിപണിയിൽ എത്തിയതിന് ശേഷം ചരിത്രത്തിലാദ്യമായി TCSൻ്റെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായി. വിപണി മൂല്യം 37% കൂപ്പുകുത്തുന്നു. 12,000 ജീവനക്കാരെ പിരിച്ചുവിടേണ്ട ഒരവസ്ഥ വരുന്നു. ടാറ്റയുടെ ഏറ്റവും വലിയ പണപ്പെട്ടി അങ്ങനെ ചോരാൻ തുടങ്ങുകയാണ്. ടാറ്റ സൺസിൻ്റെ കീഴിലുള്ള പൊതുജനങ്ങൾക്ക്
ഓഹരികളില്ലാത്ത 16 സ്വകാര്യ കമ്പനികൾ ചേർന്ന് 2026 മാത്രം ഉണ്ടാക്കിയത് 31,822 കോടി രൂപയുടെ നഷ്ടമാണ്. അതിൽ എയർ ഇന്ത്യ 22,238 കോടി, ടാറ്റ ഡിജിറ്റൽ 4,900 കോടി, ടാറ്റ ഇലക്ട്രോണിക്സ് 1,600 കോടി, ടാറ്റ പ്ലേ 550 കോടി. അപ്പോൾ ഇങ്ങനെയാണ് ഈ നഷ്ടക്കണക്കുകൾ പോകുന്നത്. ഒരു വശത്ത് പണം കത്തിച്ച് കളയുന്ന എയർലൈനും പുതിയ ബിസിനസ് സംരംഭങ്ങളും, മറുവശത്താകട്ടെ പണം തന്നിരുന്ന TCSന്റെ പതനവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മൂന്നാമതൊരു അവസരത്തിനായി ചന്ദ്രശേഖരൻ ബോർഡിനോട് അനുമതി തേടുന്നത്. ടാറ്റ ട്രസ്റ്റിൻ്റെ അധ്യക്ഷനായിട്ടുള്ള നോയൽ ടാറ്റ എതിർപ്പുകളുമായി രംഗത്ത് വരാനുള്ളൊരു പ്രധാന കാരണം ഇത് തന്നെയായിരുന്നു. പക്ഷേ ഇതൊരു ജസ്റ്റ് തുടക്കം മാത്രമായിരുന്നു കേട്ടോ. ഈ സാമ്പത്തിക തകർച്ചകളെക്കാളും നഷ്ടങ്ങളെക്കാളും വലിയൊരു കൊടുങ്കാറ്റ് ടാറ്റ സാമ്രാജ്യത്തിന് മേൽ ഇനിയും വീശാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബോംബെ ഹൗസിലെ ആരും പ്രതീക്ഷിക്കാതിരുന്ന വശത്തു നിന്നാണ് ആ ഒരു ആഘാതം വന്നു ചേർന്നത്. RBIയിൽ നിന്ന്. RBIയുടെ പുതിയ ചട്ടപ്രകാരം ടാറ്റ സൺസിനെ ഒരു അപ്പർ ലെയർ NBFC ആയി പ്രഖ്യാപിച്ചു. അതിനർത്ഥം നൂറ്റാണ്ടുകളായിട്ട് ഒരു സ്വകാര്യ കമ്പനിയായി തുടരുന്ന ടാറ്റ തറവാടിൻ്റെ മാതൃ കമ്പനി നിർബന്ധമായും ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടണം എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. അതായത് വൻകിട മുതലാളിമാരും ചാരിറ്റി ട്രസ്റ്റുകളും മാത്രം കൈവശം വെച്ചിരുന്ന ടാറ്റ സൺസിൻ്റെ ഓഹരികൾ നാളെ സാധാരണക്കാരായ നിങ്ങൾക്കും എനിക്കും വിപണിയിൽ നിന്ന് വാങ്ങാം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. പുറമേ നിന്നൊക്കെ നോക്കുമ്പോൾ ഇത് വലിയൊരു നേട്ടമൊക്കെ ആയിട്ട് തോന്നാം. എന്നാൽ ടാറ്റ ട്രസ്റ്റിൻ്റെ അമരക്കാരനായിട്ടുണ്ടായിരുന്ന നോയൽ ടാറ്റയെ സംബന്ധിച്ച് ഇത് സ്വന്തം തറവാടിൻ്റെ പൂട്ടിട്ട വാതിലുകൾ അപരിചിതർക്കായി തുറന്നു കൊടുക്കുന്ന അതിന് തുല്യമായിട്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് അദ്ദേഹത്തിന് അത് തോന്നിയത്. എന്തുകൊണ്ടാണ് നോയൽ ടാറ്റ ലിസ്റ്റിങ്ങിനെ ഇത്രയധികം ഭയപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയാമോ? കാരണം വളരെ ലളിതമാണ്. ഇന്ന് ടാറ്റ സൺസ് ഒരു സ്വകാര്യ കമ്പനിയാണ്. TCS ഉണ്ടാക്കുന്ന 28,000 കോടി രൂപയുടെ ലാഭമെടുത്ത് നഷ്ടത്തിലോടുന്ന എയർ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് ലാഭം തരാത്ത ഈ സെമി കണ്ടക്ടർ പ്ലാന്റിലേക്കോ ഒക്കെ ഒഴുക്കാൻ ഒരു മുറിക്കുള്ളിലിരുന്ന് ഒരൊറ്റ തീരുമാനം മതിയായിരുന്നു ഇതിനു മുന്നേ വരെ. എന്നാൽ കമ്പനി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? 20,000 കോടി രൂപ ഒരു നഷ്ട കമ്പനിയിലേക്ക് പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനങ്ങളും മ്യൂച്വൽ ഫണ്ടുകളും അടങ്ങുന്ന മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അനുമതി കൂടി അവിടെ വേണം. അവിടെ ഒരു പ്രൊമോട്ടറായ ടാറ്റ ട്രസ്റ്റിന് വോട്ട് ചെയ്യാനും സാധിക്കുകയില്ല. നഷ്ടത്തിലോടുന്ന ഒരു എയർലൈനിലേക്ക് സ്വന്തം പണം ഒഴുക്കാൻ വിപണിയിലെ സാധാരണക്കാരായിട്ടുള്ള ഓഹരി ഉടമകൾ എപ്പോഴെങ്കിലും സമ്മതിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ വില്ലനും നായകനും ഒന്നാകുന്ന ക്ലൈമാക്സ് ഒക്കെ രൂപപ്പെടുന്നത്. നോയൽ ടാറ്റ ചന്ദ്രശേഖരന് മുന്നിൽ ഒരു നിബന്ധന വെക്കുകയാണ്. ടാറ്റ സൺസിനെ ലിസ്റ്റ് ചെയ്യില്ല എന്ന് ചെയർമാൻ എന്ന നിലയിൽ രേഖാമൂലം ഉറപ്പ് നൽകണമെന്നായിരുന്നു ആ ഉപാധി. എന്നാൽ അവിടെ ചന്ദ്രശേഖരൻ എന്ന CEO തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. കടകണിയിലൊക്കെ കുടുങ്ങി ഏത് നിമിഷവും തകരാവുന്ന ദശാബ്ദങ്ങളായിട്ട് ടാറ്റ സൺസിൽ ഓഹരികൾ ഉണ്ടായിരുന്ന ഷാപൂർജി പല്ലോൻജി ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഓഹരി ഉടമകളോടും നിയമപരമായിട്ടുള്ള ബാധ്യതയുള്ള ഒരു പ്രൊഫഷണലായിരുന്നു അദ്ദേഹം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവും. വിപണിയിൽ ലിസ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഓഹരി ഉടമകൾക്ക് രക്ഷപ്പെടാനാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമ്മതപത്രത്തിൽ ഒപ്പിടുവാൻ ചന്ദ്രശേഖരൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരൊറ്റ നിരസിക്കൽ ടാറ്റയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായിട്ടുള്ള ഭരണത്തിന് അവിടെ തിരശ്ശീലയിടുകയായിരുന്നു. നിയമം പാലിക്കാൻ RBI, തറവാട്ടിൻ്റെ സ്വയം ഭരണാധികാരം സംരക്ഷിക്കുവാൻ നോയൽ ടാറ്റ, സ്വന്തം ഓഹരി ഉടമകളോടുള്ള നീതി പുലർത്തുവാൻ ചന്ദ്രശേഖരൻ. ആരും തെറ്റുകാരല്ലാത്ത എന്നാൽ എല്ലാവരും തോറ്റുപോയ ആ അവിശ്വസനീയമായ ബോർഡ് റൂം വാറിനൊടുവിൽ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായിട്ടുള്ള ഒരു CEO തൻ്റെ കിരീടം താഴെ വെച്ച് ഇറങ്ങി നടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. ആരാണ് ഇവിടെ ജയിച്ചത്? ആരാണ് തോറ്റത്? സത്യത്തിൽ ഇവിടെ ആരും തെറ്റുകാരല്ല. ദാനധർമ്മങ്ങൾക്കായി നീക്കിവെച്ച പണം ബിസിനസ്സിലെ നഷ്ടങ്ങൾ നികത്താൻ ഉപയോഗിക്കരുത് എന്ന് വാശി പിടിച്ച നോയൽ ടാറ്റയുടെ ഭാഗത്ത് ഒരു കണക്കിന് നോക്കിയാൽ ഒരു ശരിയുണ്ട്. നിയമത്തിൻ്റെ സുതാര്യത കാത്തു സൂക്ഷിക്കാനും ഓഹരി ഉടമകളോട് നീതി പുലർത്താനും നിലകൊള്ളുന്ന N ചന്ദ്രശേഖരൻ്റെ നിലപാടിനും ഒന്ന് നോക്കിയാൽ ഇവിടെ ശരിയുണ്ട്. രാജ്യത്തിൻ്റെ ധനകാര്യ ഭദ്രത ഉറപ്പാക്കാൻ നിയമം നടപ്പിലാക്കിയ റിസർവ് ബാങ്കും അവരുടെ ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ പോരാട്ടം തുറന്നു വെക്കുന്നത് 21-ാം നൂറ്റാണ്ടിലെ വൻകിട ഇന്ത്യൻ ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും വലിയൊരു തത്വചിന്താപരമായ ചോദ്യത്തിലേക്ക് കൂടിയാണ് എന്ന് കാണാം. ഒരു വലിയ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ ആരാണ്? ലാഭം മാത്രം ലക്ഷ്യമിടുന്ന ഓഹരി വിപണിയാണോ? അതോ ആ ലാഭം കൊണ്ട് ഒരു നാടിൻ്റെ തന്നെ വിശപ്പടക്കാൻ ഇറങ്ങിത്തിരിച്ച ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളാണോ?
1987 കേവലം ഒരു TCS എഞ്ചിനീയറായി വന്ന് സ്വന്തം ചോരയും നീരും നൽകി ടാറ്റയുടെ മൂല്യം 23 ലക്ഷം കോടിയിലേക്ക് എത്തിച്ച ആ മനുഷ്യൻ ബോംബെ ഹൗസിൻ്റെ പടികളൊക്കെ ഇപ്പോൾ ഇറങ്ങി തുടങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം. ചന്ദ്രശേഖരൻ പടിയിറങ്ങിയത് ഒരു കമ്പനിയിൽ നിന്ന് മാത്രമല്ല, മറിച്ച് ഒരു യുഗത്തിൻ്റെ തത്വശാസ്ത്രത്തിൽ നിന്ന് കൂടിയാണ്. എയർ ഇന്ത്യയുടെ ആകാശ സ്വപ്നങ്ങളും ഇന്ത്യയുടെ സെമി കണ്ടക്ടർ വിപ്ലവവും ഇനി ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന് കാലം മാത്രം നൽകുന്ന ഒരു ഉത്തരമായിരിക്കും. എന്നാൽ ധർമ്മവും വാണിജ്യവും കൊമ്പുകോർത്ത ഈ ഒരു ബോർഡ് റൂം യുദ്ധം ഇന്ത്യൻ ബിസിനസ് ചരിത്രത്തിൽ എന്നും എല്ലാവരും ഓർക്കപ്പെടുന്നൊരു സംഭവമായി നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ബിസിനസ് ലോകത്തെയും ചരിത്രത്തിലെയും ഇത്തരം ആഴത്തിലുള്ള വിവരങ്ങൾ വളരെ കൃത്യമായി ലളിതമായിട്ട് അറിയാൻ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ സ്റ്റേ ട്യൂൺ ടു മൈ സയൻസ് ഗാരേജ്.